ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വീക്കെൻഡ് എപ്പിസോഡാണ്. ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണ്. ഇപ്പൊ ഏഷ്യാനെറ്റിന്റെ ഏറ്റവും പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട്. പ്രൊമോയുടെ ടൈറ്റിൽ ഇതാണ്: രശ്മിൻ ചെയ്തത് ശരിയായിട്ടാണോ തോന്നുന്നത്, രശ്മിന് ശിക്ഷ കൊടുക്കാൻ ലാലേട്ടൻ. അപ്പൊ നമുക്ക് ആ പ്രൊമോ ഒന്ന് കണ്ടിട്ടോ. എന്താണ് ജാസ്മിൻ രശ്മിൻ? അപ്പൊ ലാലേട്ടൻ വന്നിട്ട് ചോദിക്കണേ, എന്താണ് ജാസ്മിനെ, എന്താണ് രശ്മിനെ, എന്താ എന്താ എനിക്കറിയില്ല, എന്താ? രണ്ടുപേരും സംസാരിക്കണ്ട. സിജോ മ്യൂസിക്. രശ്മിൻ, ജാസ്മിൻ, ഞാനൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാ എന്നെ ചീത്ത പറയുന്നത്? രണ്ടുപേരും സംസാരിക്കണ്ട. സിജോ. അപ്പൊ ലാലേട്ടൻ പറയുന്നത് രണ്ടുപേരും സംസാരിക്കണ്ട. സിജോ സംസാരിക്ക്. ഏത് കാട്ടുതീ സിജോ എന്തെങ്കിലും ആവട്ടെ, സിജോ സംസാരിക്കട്ടെ. പരാതി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതെ, അതുകൊണ്ടാണ് പറയുന്നത്. അതൊരിക്കലും ഒരു ശരിയായിട്ടുള്ള പ്രവണത ആയിരുന്നില്ല. ജിൻഡോ ചേട്ടൻ അതിന്റെ ഇടയ്ക്ക് പല്ലും കുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് റഫ്മിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മുടെ സിജോക്ക് പരാതി ഉണ്ടെന്നാണ് പറയുന്നത്. അതൊരു ശരിയായിട്ടുള്ള പ്രവണതയല്ല എന്ന്. അത് ശരിയാ, റോക്കിയുടെ കൈയുടെ ചൂടെറിഞ്ഞ സിജോക്ക് ഇത് ശരിയായിട്ട് തോന്നൂല. എന്തായാലും തെറ്റായിട്ടുള്ള പ്രവണത തന്നെയാണ്. സിജോ പറഞ്ഞത് ശരിയാണ്. ഞാൻ സിജോനെ കളിയാക്കിയതല്ല കേട്ടോ. രശ്മി കരഞ്ഞു കാണിക്കാം. സിജോ പറയാണ് രശ്മിന്റെ ഭാഗത്ത് എന്തായാലും തെറ്റുണ്ട്, ജാസ്മിന്റെ ഭാഗത്ത് തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ജാസ്മിന്റെ ഭാഗത്ത് എനിക്ക് വലിയ മിസ്റ്റേക്ക് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. രശ്മിന്റെ ഭാഗത്താണ് എനിക്ക് മിസ്റ്റേക്ക് ആയിട്ട് തോന്നുന്നത്. അർജുൻ പറയാണ് ജാസ്മിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നത് രശ്മിന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നാണ്. അപ്പൊ ലാലേട്ടൻ, ഞാൻ ഇപ്പോഴും ശ്രദ്ധിച്ച രശ്മിനെ, നമ്മുടെ രണ്ടുപേരുടെയും ഡ്രസ്സ് ഒരുപോലെ ഇരിക്കുന്നു. രശ്മിൻ ചെയ്തത് ശരിയായിട്ടാണോ രശ്മിന് തോന്നുന്നത്? രശ്മിൻ ചെയ്തത് ശരിയായിട്ടാണ് രശ്മിന് തോന്നുന്നത്. അപ്പൊ ശരിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് സമ്മതിക്കോ? ഇല്ലല്ല. അപ്പൊ പിന്നെ എന്തിനത് ചോദിക്കുന്നത്? അപ്പൊ എന്തായാലും രശ്മിൻ, എനിക്ക് വളരെ സങ്കടമുണ്ട്. എന്തായാലും രശ്മിൻ, എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. നീ ഏഷ്യാനെറ്റിന്റെ കുഞ്ഞമ്മയുടെ മോളായോണ്ട് നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ പറ്റില്ല. തൽക്കാലം നീ യെല്ലോ കാർഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. എന്തായാലും രശ്മിൻ. ലാലേട്ടൻ ബാക്കിലേക്ക് കൈയിടുന്നുണ്ട്. കാർഡ് എടുക്കാൻ അല്ലാതെ എന്ത്? ഇവരുടെ ഒക്കെ എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ രശ്മിൻ ഇപ്പൊ ഔട്ടാവും. എന്റെ പൊന്നോ, എന്തൊരു അഭിനയം! ജാസ്മിൻ, ഓ മൈ ഗോഡ്, രശ്മിൻ പേടിച്ചില്ലാണ്ടായി. ലൈക്ക്, ദൈവമേ, ഞങ്ങാനും എന്നെ പുറത്താക്കോ? ഇല്ലായിരിക്കും. നല്ല ലാലേട്ടൻ ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് ചെറിയൊരു പേടിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് രശ്മി നിൽക്കാണ്. അപ്പൊ എന്തായാലും നമുക്കിതറിയാം, പ്രൊമോ ഇസ് നോട്ട് എ പ്രോമിസ്. ഇവർ വെറുതെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രൊമോ ഇടും. എന്നിട്ട് വീക്കെൻഡ് എപ്പിസോഡ് എല്ലാവരും കാണണം എന്ന് പറയും. ഇന്നലത്തെ എപ്പിസോഡൊന്നും ഒരു മനുഷ്യൻ കാണാനില്ലടേ. എന്തോ ഇന്നലെ അവിടെ നടക്കുന്നേ? ഒരു PG ഹോസ്റ്റലിൽ കുറച്ച് പേര് വന്ന് ട്രിപ്പ് വന്ന് താമസിക്കുന്നു, ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, കിടക്കുന്നു, ഉറങ്ങുന്നു. ഇതൊക്കെയാണ് ഒരു ബിഗ് ബോസ് ഹൗസിൽ നമ്മളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് സെലക്ട് ചെയ്ത മത്സരാർത്ഥികൾ ചെയ്യുന്ന കാര്യങ്ങൾ. എന്താ അല്ലേ? എന്തായാലും അടുത്ത പ്രൊമോന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുവരെ ടാറ്റാ.